കൊച്ചു ഗ്രാമത്തിൽ നിന്ന് രാജസ്ഥാനിലെ ജയ്പൂരിലെ വർണ്ണാഭമായ റാമ്പിലേക്ക് അമിത അന്ന സാബുവിന്റെ യാത്ര ഒരു സിനിമാ കഥയേക്കാൾ ആവേശകരമാണ്. പരിമിതികളെ വെല്ലുവിളിച്ചും പ്രയത്നത്തെ കൂട്ടുപിടിച്ചും അമിത ഇന്ന് ഫോർ എവർ മിസ് ഇന്ത്യ, മിസ് യൂണിവേഴ്സ് ഓഫ് കേരള ദേശീയ മത്സരത്തിലെ ഫസ്റ്റ് റണ്ണറപ്പാണ്. സൂപ്പർ മോഡലാകുക എന്ന തന്റെ സ്വപ്നത്തിന് പിന്നാലെയാണ് ഇപ്പോൾ അമിത. നമസ്കാരം അമിത. ഹായ്, നമസ്കാരം. നമസ്കാരം. ഈ കേരളത്തിലെ ഒരു പ്രാദേശിക മത്സരങ്ങളിൽ നിന്നൊക്കെ തന്നെ ദേശീയ വേദിയിലേക്കുള്ള ആ ഒരു ദൂരം എത്രത്തോളം വെല്ലുവിളി നിറഞ്ഞതായിരുന്നു അമിതയ്ക്ക്? 5 വർഷത്തിലേറെ ഞാൻ ഒരുപാട് ടാസ്ക് എടുത്തിട്ടാണ് ഈ ഒരു പൊസിഷൻ എനിക്ക് കിട്ടിയത്. എൻ്റെ ലൈഫിലെ ഏറ്റവും വലിയ ഡ്രീം ആയിട്ടുള്ള ക്രൗൺ ആണ് ഞാൻ നേടിയത്. സോ ബക്കറ്റ് ലിസ്റ്റിൽ ഞാൻ കുറെ കാര്യങ്ങൾ കൂട്ടി വെച്ചത് ദൈവം എനിക്ക് ഏറ്റവും പെട്ടെന്ന് തന്നത് എൻ്റെ ഏറ്റവും ഫേവറേറ്റ് ആയിട്ടുള്ള ഡ്രീം തന്നെയാണ്. സോ ഇപ്പൊ ദുബായിലാണ്, നാട്ടിലില്ല. വർക്ക് ചെയ്യുന്നതിന്റെ കൂടെ തന്നെയാണ് മോഡലിംഗ് കൊണ്ടുനടക്കുന്നത്. രണ്ടും കൂടെ ഞാൻ ഹാൻഡിൽ ചെയ്യുന്നുണ്ട്. എനിക്ക് പാഷനും കരിയറും ഈക്വൽ ആയിട്ട് കൊണ്ടുപോകണമെന്ന് ആഗ്രഹം. ഹാപ്പി ആയിട്ടിരിക്കുന്നു. ഈ 2023 മിസ് ഗ്ലാം സൗത്ത് ഇന്ത്യ, അതിനുശേഷം ഒരു ദേശീയ പുരസ്കാരം, തുടർച്ചയായി ഈ വിജയങ്ങളൊക്കെ നൽകുന്ന ഒരു ആത്മവിശ്വാസം അത് എത്രത്തോളമാണ്? ഫസ്റ്റ് ഞാൻ മോഡലിങ്ങിലോട്ട് ഇറങ്ങുമ്പോൾ എല്ലാവരും ഒരു നെഗറ്റീവ് വൈബായിരുന്നു. കാരണം ഞാൻ ഇത് നാട്ടുമ്പുറത്തെ കുട്ടിയാണ്. കൊല്ലം ജില്ലയിലെ തന്നെ പോരുവഴി പെരുവിരുത്തി മങ്ങട എന്നുള്ളൊരു ക്ഷേത്രത്തിന്റെ അടുത്തുള്ള ഒരു ഗ്രാമപ്രദേശത്തുള്ള ഒരു കുട്ടിയാണ് ഞാൻ. സോ അപ്പം നാട്ടുപുറത്തുനിന്ന് ഇങ്ങനെ ഒരു കുട്ടി മോഡലിംഗ് രംഗത്തോട് ഇറങ്ങുമ്പോൾ എല്ലാവർക്കും ആദ്യം ഒരു അത്ഭുതമായിരുന്നു. സോ +2 കഴിഞ്ഞ ശേഷം ഞാൻ പോയിട്ട് ഏവിയേഷൻ പഠിച്ചിട്ട് ഞാൻ ട്രിവാൻഡ്രം ഇന്റർനാഷണൽ എയർപോർട്ടിൽ ജോലിക്ക് കയറി. 18 വയസ്സായപ്പോഴും ഞാൻ ജോലിക്ക് കയറി. സോ ജോലിയുടെ കൂടെ തന്നെ എനിക്ക് മോഡലിംഗ്, ടിക്ടോക്ക്, ഇൻസ്റ്റാഗ്രാം, അങ്ങനെ സോഷ്യൽ മീഡിയയിലൊക്കെ ആക്റ്റീവായി തുടങ്ങിയിട്ട് ഞാൻ അധികം യൂട്യൂബ് ചെയ്തിട്ടില്ല. ആക്ച്വലി എനിക്ക് യൂട്യൂബ് ഇല്ല, ഞാൻ ആക്റ്റീവ് അല്ല. പക്ഷെ ഞാൻ മോഡലിംഗ് എന്നുള്ള ആ ഒരു ലക്ഷ്യം തന്നെ വെച്ചിട്ട് ജോലിയുടെ കൂടെ തന്നെ അതിനുവേണ്ടി ഹാർഡ് വർക്ക് ചെയ്ത് അങ്ങനെ 2022 ഞാനൊരു പെജന്റിന് അപ്ലൈ ചെയ്ത് അത് ഞാൻ റിജക്റ്റ് ആയി. മിസ് കേരളയുടെ ഒരു പെജന്റിന് ഞാൻ റിജക്റ്റ് ആയി. സോ അങ്ങനെ 2023 ഞാൻ എഗെയിൻ ഫെയിലായിട്ട് ഞാൻ എന്നെ കൊണ്ട് പറ്റും എന്നുള്ള കോൺഫിഡൻസ് ജോലിയുടെ കൂടെ തന്നെ, അപ്പൊ ഞാൻ പഠിക്കുന്നുണ്ട്, ജോലിയും ചെയ്യുന്നുണ്ട്, അതിന്റെ കൂടെ തന്നെ ഞാൻ വീണ്ടും 2023 മിസ് ഗ്ലാം സൗത്ത് ഇന്ത്യയിൽ അപ്ലൈ ചെയ്തു. അങ്ങനെ അതില് ഞാൻ വിന്നറായി, ഫസ്റ്റ് റണ്ണറായി. സോ ഒരു ചെറിയ കുട്ടിയായി എനിക്ക് ക്വസ്റ്റ്യൻ ആൻസർ റൗണ്ടിൽ തന്നെ സാരി ആയിരുന്നു കോസ്റ്റ്യൂം വന്നത്. സോ അപ്പൊ എനിക്ക് ഇഷ്ടപ്പെട്ട ഒരു ലക്കി കളറാണ് ഗ്രീൻ തന്നെ. എനിക്ക് ആ കളർ കിട്ടി. ചില കളേഴ്സൊക്കെ എനിക്ക് നല്ല കോൺഫിഡൻസ്. സോ അതിൽ തന്നെ ഞാൻ ആ വിജയത്തിന്റെ ഗ്രീൻ ഇട്ട് ആ സ്റ്റേജിൽ കയറി. ക്വസ്റ്റ്യൻ ആൻസർ റൗണ്ടിൽ വന്ന ക്വസ്റ്റ്യൻ തന്നെ എനിക്ക് കിട്ടിയത്, നമ്മൾ മോഡലിംഗ് സ്റ്റാർട്ട് ചെയ്യുമ്പോൾ നെഗറ്റീവ് തോട്ട്സ് വന്നിട്ടുണ്ടല്ലോ, അപ്പൊ അതൊക്കെ ഇങ്ങനെ മറികടന്ന് ഇങ്ങനെ മുമ്പോട്ട് വന്നു. അപ്പൊ എന്റെ പേരൻസ് വന്നിട്ടുണ്ടായിരുന്നു ആ പെജന്റിന്. അപ്പൊ അവരുണ്ടാകും ഫ്രണ്ടിൽ ഇരിക്കായിരുന്നു. പക്ഷെ ഞാൻ ആ ഒരു എക്സൈറ്റ്മെന്റ് ഇരിക്കുന്നതുകൊണ്ട് അവരവിടെ ഇരിക്കുന്ന പോലെ ഞാൻ ശ്രദ്ധിക്കാതെ എന്റെ ഉള്ളിലുള്ള കാര്യങ്ങളൊന്നും ഓപ്പൺ ആയിട്ട് ഹോണസ്റ്റ്ലി തുറന്ന് സംസാരിച്ചു. ആ ഒരു ക്വസ്റ്റ്യൻ എന്ന് വെച്ചാൽ അതെനിക്ക് ഭയങ്കര ഹാർട്ട് ടച്ചിങ് ആയിരുന്നു. സോ ആ ഒരു ക്വസ്റ്റ്യൻ തന്നെ ഞാൻ അവിടെ വിന്നറായി. അപ്പൊ തന്നെ എനിക്ക് ക്രൗൺ കിട്ടി. സോ ഭയങ്കര ഹാപ്പി ആയി. ഒരിടത്ത് റിജക്ട് ചെയ്യുമ്പോൾ അടുത്ത സ്റ്റേജിൽ ഞാൻ വിന്നറായി. പിന്നെ ഞാൻ ട്രൈ ചെയ്തോണ്ടേയിരുന്നു. ഇപ്പം എന്റെ ലൈഫിലെ ഏറ്റവും വലിയൊരു ഡ്രീം ആയിരുന്നു എനിക്ക് ഇന്റർനാഷണൽ ലെവലിൽ പെജന്റിലായിരുന്നു. പിന്നെ വലിയ വലിയ ബ്രാൻഡ്സിന്റെ ഇപ്പൊ മോഡലാവുന്നു. അങ്ങനെ ഞാൻ ദുബായിലെത്തി. ദുബായിൽ ഞാൻ കല്യാൺ സിൽക്സിന്റെ ഷോ ചെയ്തു, ദുബായ് അബായയുടെ ഷോ ചെയ്ത്. എന്റെ ലൈഫിലെ ഏറ്റവും വലിയ ഡ്രീമാണ് ഞാൻ ഇപ്പൊ അച്ചീവ് ചെയ്തിട്ടിരിക്കുന്നത്. സോ ഞാൻ പഠിച്ച കാര്യമാണ്, നമ്മളെ കൊണ്ട് പറ്റുമെന്ന് വിചാരിച്ചാൽ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും. ഡൗൺ ആയിട്ടിരുന്ന് കഴിഞ്ഞാൽ ഒന്നും ചെയ്യാൻ പറ്റൂല. എനിക്കിപ്പോ ഇൻസ്റ്റയിലും ഫേസ്ബുക്കിലൊക്കെ ഒരുപാട് കുട്ടികൾ മെസ്സേജ് അയക്കാറുണ്ട്, ചേച്ചി എങ്ങനെയാണ് ചേച്ചി ഇങ്ങനെ മൂവ് ആയത്, ചേച്ചി എങ്ങനെയാണ് ഈ നിലയിലെത്തിയതെന്നൊക്കെ. സത്യം പറയാം, മനസ്സിൽ തട്ടി പറയാം, ഒരുപാട് സങ്കടങ്ങളെ ഉള്ളിൽ വെച്ചിട്ട് അത് പുറത്ത് കാണിക്കാതെ പുറത്ത് എന്റെ ഹാപ്പിനെസ് മാത്രം ഞാൻ പ്രസന്റ് ചെയ്താണ് ഞാൻ ഒരു നിലയിലെത്തിയത്. ഒരിക്കലും എത്ര വിഷമം ഉണ്ടെങ്കിലും ഞാൻ അത് പുറത്ത് കാണിക്കത്തില്ല. പുറത്ത് കാണിച്ചൊന്നും കിട്ടത്തില്ല, ആരും ഒന്നും തരില്ല. സോ അപ്പൊ നമ്മൾ എന്താ ചെയ്യാ, സെൽഫിനെ ലവ് ചെയ്ത് മൂവ് ചെയ്യാം. അങ്ങനെയാണ് എനിക്ക് എന്റെ ഏറ്റവും ഡ്രീം ആയിട്ടുള്ള എന്റെ ക്രൗൺ കിട്ടിയത്. സോ അത് വീട്ടിലുണ്ട്. മിസ് മൈ ക്രൗൺ, മിസ് മൈ ഫാമിലി ഓൾസോ. അവരെന്നെ ഒരുപാട് സപ്പോർട്ട് ചെയ്തിട്ടുണ്ട്. ശരിക്കും അമിത, ഈ വിജയങ്ങളൊക്കെ തന്നെയും നമ്മൾ ഇത്രയും നാള് കഷ്ടപ്പെട്ടതിൻ്റെ ഒരു ഫലം തന്നെയാണ് ഈ വിജയങ്ങളിലൂടെ ലഭിക്കുന്നത്. ഇപ്പം അമിതയുടെ കരിയറിന് തന്നെ ഒരു വലിയൊരു മാറ്റം തന്നെയായിരുന്നു ഉണ്ടാക്കിയിരിക്കുന്നത് ഈ വിജയം. ഒരുപാട് ആളുകൾ തിരിച്ചറിയുന്നു. ഇപ്പോൾ അമിത പറഞ്ഞ പോലെ തന്നെ ഒരുപാട് കുട്ടികൾ മെസ്സേജ് അയക്കുന്നു. അങ്ങനെ ഒരു ജീവിതത്തിൽ ഒരു വലിയൊരു മാറ്റം തന്നെയല്ലേ ഈ വിജയങ്ങൾ കൊണ്ടു തന്നത്? അതെ, തീർച്ചയായിട്ടും ജീവിതത്തിൽ വലിയൊരു മാറ്റം തന്നെയാണ്. കാരണം ആദ്യമേ പറ്റൂല എന്ന് പറഞ്ഞ് ഡൗൺ ആകാൻ തുടങ്ങിയ എന്നെ ഡൗൺ ആകാതെ മുമ്പോട്ട് കൊണ്ടുവന്നത് എന്റെ മമ്മി തന്നെയാണ്. എല്ലാവർക്കും ഏറ്റവും സപ്പോർട്ടായിട്ടിരിക്കുന്നത് എന്താ, പേരൻസ് ആയിരിക്കും. കാരണം എന്റെ പേരൻസിന് ഇതിനെപ്പറ്റി വലിയ നോളജ് ഒന്നും ഇല്ല.
പക്ഷെ ഞാൻ അവർക്ക് പറഞ്ഞു കൊടുക്കുന്ന കാര്യങ്ങൾ അവർ അക്സെപ്റ്റ് ചെയ്ത് തുടങ്ങി. മറ്റാരും ജഡ്ജ് ചെയ്യുന്നത് അവർ നോക്കാതെ അവരുടെ മകളെ കൊണ്ട് പറ്റും എന്നുള്ള രീതിയിൽ അവർ എന്നെ സപ്പോർട്ട് ചെയ്തുകൊണ്ട് മാത്രമാണ് ഞാൻ മുമ്പോട്ട് വന്നത്. പിന്നെ ഒരു നാട്ടിൻപുറത്തെ ഒരു കുട്ടിയായിട്ടുള്ള ഞാൻ, എന്റെ മമ്മി അംഗൻവാടി ടീച്ചറാ, എന്റെ പപ്പ ബിവറേജിൽ ചുമട്ട് തൊഴിലാളിയാ. സോ അതെനിക്ക് പറയാൻ ഒരു ഇതുമില്ല, കാരണം അവർ ആ ഒരു കഷ്ടപ്പാടിൽ നിന്നാണ് എന്നെ മുമ്പോട്ട് സപ്പോർട്ട് ചെയ്ത് പോകുന്നത്. ബജറ്റിന് സെലക്ട് ആയ സമയത്ത് തന്നെ എനിക്ക് ഫിനാൻഷ്യലി കോസ്റ്റ്യൂമിനും ഒക്കെ കുറെ കാര്യങ്ങൾ എനിക്ക് ബുദ്ധിമുട്ട് വന്നു. ആ ഒരു സമയത്ത് എനിക്ക് എടുത്തു പറയാനായിട്ട് ആരുമില്ല, ഒന്ന് രണ്ട് സുഹൃത്തുക്കൾ മാത്രമേ എന്നെ ഹെൽപ്പ് ചെയ്തു. ഈവൻ റിലേറ്റീവ്സ് വരെ ഞാൻ ജയിച്ചു കഴിഞ്ഞ ശേഷമാണ് എന്റെ അടുത്ത് വന്നിട്ട് ഇത്രയും ഇതായിട്ട് പ്രൗഡായിട്ട് സംസാരിച്ചു. പക്ഷെ ഒരു മൊമെന്റിൽ എന്റെ കൂടെ ആരും നിൽക്കാത്തവരൊക്കെ എന്നെ ഇപ്പം ഭയങ്കര ഇതാക്കി, എന്റെ പിന്നാലെ വന്ന് എന്നെ ഭയങ്കര ഇതാക്കി. പക്ഷെ എനിക്ക് അവരോടൊക്കെ താങ്ക്സേ പറയാനുള്ളൂ, കാരണം എന്നെ താഴ്ത്തിയവരുടെ മുമ്പിൽ ദൈവം എന്നെ ഉയർത്തി. കാരണം ഞാൻ ഒരിക്കലും ചിന്തിക്കാത്ത ലെവലിൽ എന്നെ ദൈവം മാറ്റിമറിച്ചു. ഞാൻ ഇപ്പൊ ജോബ് ചെയ്യുന്നുണ്ട്. സോ ജോബ് എനിക്ക് സ്കിപ്പ് ചെയ്യാൻ തോന്നത്തില്ല, കാരണം ജോബ് ചെയ്തുകൊണ്ട് തന്നെയാണ് ഞാൻ ഈ ഒരു മോഡലിംഗ് മുമ്പോട്ട് കൊണ്ടുവരുന്നത്. രണ്ടും കൂടെ ഹാൻഡിൽ ചെയ്യാൻ ഭയങ്കര പ്രയാസമാണ്. പക്ഷെ എന്റെ കോൺഫിഡൻസ്, എനിക്ക് പറ്റും. ഇനിയാണെങ്കിലും ഒരു സൂപ്പർ മോഡലായിട്ട് ഒരു ഇന്റർനാഷണൽ ബ്രാൻഡിലോട്ട് പോകാനാണ് എന്റെ ആഗ്രഹം. അതുകൊണ്ട് ഞാൻ ദുബായിലേക്ക് തിരിച്ചു വന്നത്. സോ എന്റെ മനസ്സിൽ കുറച്ച് പ്ലാൻസ് ഉണ്ട്. ഇനി എനിക്ക് ബക്കറ്റ് ലിസ്റ്റ് ഉണ്ട്. ഞാനാണെങ്കിൽ ഈ പെജനിൽ പോകുന്ന സമയത്ത് തന്നെയാണ് എനിക്ക് ലൈസൻസിന്റെ ടെസ്റ്റ് വന്നത്. സോ രണ്ടും എനിക്ക് ഒരേ ടൈമിൽ വന്നു, രണ്ട് ചലഞ്ച് ഒരേ ടൈമിൽ വന്നു. പക്ഷെ ഞാൻ രണ്ട് ചലഞ്ച് 2025 ഞാൻ ലൈസൻസും എടുത്തു, ഞാൻ ക്രൗണും അടിച്ചു. അതെനിക്ക് ഭയങ്കര ഹാപ്പിനെസ് ഉള്ള ഒരു ഇയർ ആയിരുന്നു. സോ ഇനിയാണ് 2026 ഇപ്പൊ ഞാൻ ബ്രാൻഡ്സുമായിട്ട് കൊളാബറേറ്റ് ചെയ്ത് തുടങ്ങിയിട്ടുണ്ട്. സോ എനിക്ക് ഇനി അടുത്ത ലെവലിലേക്ക് പോകാൻ പറ്റുമെന്ന് ദൈവം എന്നെ അനുഗ്രഹിക്കുമെന്ന് എനിക്ക് ഒരുപാട് ഹോപ്പുണ്ട്. സോ ഇപ്പൊ എല്ലാരും ഇങ്ങനെ ഇന്റർവ്യൂ എല്ലാ കാര്യങ്ങളും എടുക്കുമ്പോൾ ഞാൻ പണ്ട് ഡ്രീംസിൽ കണ്ട കാര്യങ്ങളാണ് ഇപ്പോൾ സക്സസ്ഫുൾ ആയിക്കൊണ്ടിരിക്കുന്നത്. ഞാനാണെങ്കിൽ ഇങ്ങനെ മിസ് ഇന്ത്യയിലൊക്കെ പോകുന്നു, ഉറക്കത്തിലൊക്കെ സ്വപ്നം കാണാൻ പറ്റും, ഇങ്ങനെ കല്യാണത്തിന്റെ മോഡലാവുന്നു, വലിയ ഫ്ലെക്സിലൊക്കെ പടങ്ങൾ വരുന്നു. ഇപ്പം നാച്ചുറലായിട്ട് അതൊക്കെ നടന്നുകൊണ്ടിരിക്കുക. ഈ സാധാരണപ്പെട്ട അല്ലെങ്കിൽ ഒരു മിഡിൽ ക്ലാസ് കുടുംബത്തിൽ നിന്നൊക്കെ വരുന്ന ഒരാൾ, അവർക്ക് മോഡലിംഗ് പോലുള്ള ഒരു കരിയർ പലപ്പോഴും തിരഞ്ഞെടുക്കുക എന്നതൊക്കെ തന്നെ അത്ര എളുപ്പമുള്ള ഒരു കാര്യം തന്നെയല്ല. ചിലപ്പം സ്വപ്നങ്ങളായിരിക്കും, പക്ഷെ അതിലേക്കൊക്കെ പോവുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വളരെ ബുദ്ധിമുട്ടാണ്. അവിടെ എങ്ങനെയായിരുന്നു ഈ കുടുംബത്തിൻ്റെ അടക്കമുള്ള ഒരു പിന്തുണയും അവിടെ എങ്ങനെയായിരുന്നു ആ ഡ്രീം അച്ചീവ് ചെയ്തത്? സത്യത്തിൽ ഞാൻ എൻ്റെ സെൽഫിനെ ഒരുപാട് ലവ് ചെയ്യും. സോ എനിക്ക് നേരത്തെ ഇത്ര നിറമൊന്നും ഇല്ലായിരുന്നു. സോ ഞാൻ എൻ്റെ സെൽഫിനെ ലവ് ചെയ്തു തുടങ്ങി. പിന്നെ എനിക്ക് വേണ്ടുന്ന കാര്യങ്ങൾ, എനിക്ക് ഉള്ള പോരായ്മകൾ ഞാൻ തന്നെ കണ്ടുപിടിച്ചു. ഈവൻ എൻ്റെ പല്ല് തന്നെയാണെങ്കിൽ നേരത്തെ കമ്പിട്ടിട്ടുണ്ടായിരുന്നു. സോ ഞാൻ അത് ഓക്കെ ആക്കി. പിന്നെ എൻ്റെ ഫേസിനൊക്കെ കുറച്ച് മാറ്റങ്ങൾ ഞാൻ തന്നെ വരുത്തി, ഹെയർ സ്റ്റൈല്, അങ്ങനെ എൻ്റെ സെൽഫിനെ വരേണ്ട ചേഞ്ചസ് ഞാൻ തന്നെ ആരെയും കമന്റ്സ് നോക്കാതെ എനിക്കിഷ്ടമുള്ള രീതി ഞാൻ ഓക്കെ ആക്കി എടുത്തു. ഈവൻ ഫോട്ടോഷൂട്ട് ആയിക്കോട്ടെ, എനിക്ക് ഒരുപാട് കൊളാബറേഷൻ കിട്ടിയിട്ടുണ്ട് നാട്ടില്. ജ്വല്ലറീസിന്റെ ആഡ് എല്ലാ കാര്യങ്ങളും ഞാൻ ചെയ്തിട്ടുണ്ട്. ആ ഒരു ടൈമിലൊക്കെ എനിക്ക് ഒരുപാട് കമന്റ്സ് വരും, നെഗറ്റീവാണ് കൂടുതൽ വരുന്നത്. പക്ഷെ എന്റെ മനസ്സ് എപ്പോഴും നെഗറ്റീവ് വന്നാലും ഓക്കെ, അത് ഞാൻ ഹേർട്ട് ചെയ്താലും പുറത്ത് കാണിക്കത്തില്ല. പുറത്ത് കാണിക്കാതെ ഞാൻ പുറത്ത് എപ്പോഴും ഹാപ്പി ആയിട്ട് അത് എന്താണ് നെഗറ്റീവ് വന്നെന്നുള്ളത് പോസിറ്റീവാണോ നെഗറ്റീവാണോ അതിൽ ഞാൻ പോസിറ്റീവ് ആവാൻ ശ്രമിക്കും എപ്പോഴും. എനിക്കിപ്പോ പലപ്പോഴും എല്ലാവരുടെയും ഭാഗത്തു നിന്ന് ഇപ്പം ഫ്രണ്ട്സ് ആയിക്കോട്ടെ, അവരൊക്കെ എൻ്റെ അടുത്ത് പറയും ഇത് അങ്ങനെ ചെയ്താൽ ശരിയാവത്തില്ല, ഇങ്ങനെ ചെയ്താൽ ശരിയാവത്തില്ല എന്ന് പറയും. അപ്പൊ ഞാൻ അത് വലുതായിട്ട് മൈൻഡ് ചെയ്യാൻ നിൽക്കത്തില്ല, എന്നാൽ അവരെന്നെ എതിർക്കാനും നിൽക്കത്തില്ല. ഭയങ്കര സൈലന്റ് ആയിട്ടൊരു ക്യാരക്ടർ എൻ്റെ. സോ ഹോസ്പിറ്റാലിറ്റി ആണ് എനിക്ക് മെയിൻ. അപ്പൊ എന്താ, ഞാൻ വിചാരിക്കുക എന്നെ കൊണ്ട് പറ്റും, എന്തിനാ കമന്റ്സ് നോക്കുന്നത്, ഞാൻ എന്നെ കൊണ്ട് പറ്റുമെന്ന് വിചാരിച്ച് ഞാൻ മൂവണായ എന്നെ കൊണ്ട് പറ്റും എന്നുള്ള ആ ഒരു കോൺഫിഡൻസിലാണ് ഞാൻ മുമ്പോട്ട് പോയത്. പിന്നെ നാട്ടിലും ഫ്രണ്ട്സ് റിലേറ്റീവ്സ് ഒക്കെ പറയുന്ന കമന്റ്സ് ഞാൻ കേൾക്കും, പക്ഷെ ഞാൻ അതിന് അധികം റിയാക്ട് ചെയ്യാൻ നിൽക്കത്തില്ല. സൈലന്റ് ആയിട്ട് അതിനെ പോട്ടെ, നമ്മുടെ കാര്യം നമുക്ക് നോക്കാനുള്ള മെന്റാലിറ്റി എനിക്ക്. എന്റെ മമ്മി ആ ഒരു മെന്റാലിറ്റിയാണ്. എന്റെ സിസ്റ്റർ ആയിക്കോട്ടെ, പപ്പ ആയിക്കോട്ടെ, ഇപ്പൊ ചേട്ടനായിക്കോട്ടെ, എല്ലാവരും ഭയങ്കര സപ്പോർട്ടാണ്. അപ്പൊ എനിക്ക് അത് മതിയല്ലോ. പിന്നെ എന്നോട് വന്ന് ചോദിക്കുന്ന കുട്ടികളോട് പറയുന്നത് പലരും ഒരുപാട് കാര്യങ്ങൾ പറയും, ബ്രേക്ക് സ്റ്റോറീസ്, അങ്ങനെ ഇങ്ങനെ കുറെ കാര്യങ്ങൾ എന്നോട് പറയും, ചേച്ചിക്ക് എനിക്ക് മൂവ് ആവാൻ പറ്റുന്നില്ല, അങ്ങനെ ഇങ്ങനെ. അപ്പൊ ഞാൻ അവരോട് പറയാറുള്ള കാര്യമാണ്, ഫസ്റ്റ് ഓഫ് ഓൾ നിങ്ങൾ നിങ്ങളുടെ സെൽഫിനെ ലവ് ചെയ്യും. തിങ്ക് അബൌട്ട് യുവർ സെൽഫ്. ഒരു മിററിൽ നോക്കിയിട്ട് എന്നെ കൊണ്ട് പറ്റും, ഞാൻ സുന്ദരിയാണ്, എനിക്കൊരു മോഡലാവാൻ പറ്റും എന്ന് വിചാരിച്ചിട്ട് നിങ്ങളൊരു കോൺഫിഡൻസ് കൊടുത്തു കഴിഞ്ഞാൽ ഉറപ്പായിട്ടും നിങ്ങളുടെ ലെവൽ മാറും. പിന്നെ ഞാനൊരു പേജ് സ്റ്റാർട്ട് ചെയ്തു. ഇപ്പോൾ ഓൺലൈൻ ക്ലാസ് ഞാൻ കൊടുക്കുന്നുണ്ട്, ഫ്രീ ടൈം. ക്രൗൺ ഓഫ് യൂണിവേഴ്സ് എന്നാണ് എൻ്റെ പേജിന്റെ പേര്. സോ ഞാൻ വാട്സാപ്പിൽ ഇപ്പോൾ 25 കുട്ടികൾ എനിക്ക് കിട്ടിയിട്ടുണ്ട്. ടോട്ടൽ 8 മെമ്പേഴ്സാണ്. അപ്പം എന്നെ കൊണ്ട് പറ്റുന്ന സപ്പോർട്ട് ഞാൻ ചെയ്യും. അതിന് ഞാൻ ഫീസോ കാര്യങ്ങളോ ഒന്നും മേടിക്കുന്നില്ല. അവരുടെ ഡ്രീംസ് അവർ അച്ചീവ് ചെയ്തിട്ടെന്ന് വിചാരിച്ചിട്ട് കഴിഞ്ഞ സൺഡേയിൽ ഞാനൊരു മീറ്റിംഗ് അറേഞ്ച് ചെയ്തു.
നാട്ടിൽ വന്നിട്ട് ഞാൻ ഒരു കൊറിയോ ഇടാൻ വേണ്ടി പ്ലാൻ ചെയ്യുന്നുണ്ട്. കാരണം ഒരുപാട് പേര് എന്നോട് ചോദിക്കുമ്പോൾ എനിക്ക് അവർക്ക് വേണ്ടി എന്തെങ്കിലും ചെയ്യണമെന്നൊരു ആഗ്രഹം. ചെറിയ കുട്ടികൾ വന്നിട്ട് ഇങ്ങനെ അവരെ ഇങ്ങനെ ഫാമിലി ബാക്ക്ഗ്രൗണ്ട് ഒക്കെ പറയും. ഇതുപോലെ പാവപ്പെട്ട ചെറിയ വീട്ടിലെ കുട്ടികളൊക്കെ വന്ന് സംസാരിക്കുമ്പോൾ എനിക്ക് അവരെ എന്നെ പോലെ അവർക്ക് ഒരു ചേഞ്ചസ് വരുത്തണമെന്നൊരു ഡ്രീം ഉണ്ട്. ഞാൻ ഇപ്പം ജോബ് ചെയ്യുന്നുണ്ട്, അതുകൊണ്ട് തിരക്കായി പോകുന്നത് കാരണം ചില മെസ്സേജ് ഒന്നും കാണാറില്ല. എങ്കിൽ പോലും ഞാൻ എന്നെ കൊണ്ട് പറ്റുന്ന മെസ്സേജൊക്കെ ഞാൻ മാക്സിമം റിപ്ലൈ കൊടുക്കാറുണ്ട്. എല്ലാവരും ഞാൻ മോട്ടിവേറ്റ് ചെയ്യാറുണ്ട്. കാരണം ഒരു മോഡലാണല്ലോ എന്ന് എല്ലാ കുട്ടികളുടെ മനസ്സിലുള്ള ഡ്രീമായിരിക്കും. ഒരു മോഡൽ എന്ന് വെച്ചാൽ ആർക്കും ആകാൻ പറ്റും. കോൺഫിഡൻസ് ഉണ്ടെങ്കിൽ എന്നെ കൊണ്ട് പറ്റും. ഒരു റൺവേ പോയിട്ട് സെൽഫ് കോൺഫിഡൻസോടുകൂടി വർക്ക് ചെയ്യാനുള്ള ഒരു കോൺഫിഡൻസ് ലെവൽ ആർക്കും ഉണ്ടാക്കിയെടുക്കാൻ പറ്റും. സോ അത് നമ്മൾ തന്നെ വിചാരിക്കണം. അവർ പറഞ്ഞു ഇവർ പറഞ്ഞു ആ ഡ്രസ് ഇട്ടുക, ഷോർട്സ് ഇട്ടുക, സ്ലീവ്ലെസ് ഇട്ടുക, അതൊന്നും ചിന്തിച്ചിട്ട് കാര്യമില്ല. ഈവൻ ലിപ്സ്റ്റിക് അടിക്കണമെങ്കിൽ പോലും ലിപ്സ്റ്റിക് അടിച്ചാൽ അടിപൊളിയായിരിക്കും നമുക്ക് തന്നെ തോന്നണം. അങ്ങനെ ഞാൻ എല്ലാവരോടും പറഞ്ഞു കൊടുക്കാറുണ്ട്. എന്റെ ചെറിയ ഒരു പ്രായത്തിൽ ഞാൻ മോഡലിംഗ് രംഗത്തോട്ട് വന്നതാണ്. ചെറുതായപ്പോഴും ഞാൻ സ്റ്റേജിൽ കയറി ഫെയർ മാറിയതാണ്. ഇത് ഈ വീടിന്റെ ടെറസിന്റെ മുകളിലൊക്കെ തന്നെ ഈ പരിശീലനമൊക്കെ നടത്തിയിരുന്ന റാം വോക്ക് നടത്തിയിരുന്നതൊക്കെ ഞാനിങ്ങനെ വായിക്കുകയുണ്ടായി. അതെ അതെ, വീട്ടിലധികം വലിയ സൗകര്യം ഇല്ലായിരുന്നു. എനിക്ക് റാംവോക്ക് എനിക്കിപ്പോ പെജന്റിന് സെലക്ട് ആയ സമയത്ത് എനിക്ക് 2 months ഡെയിലി സൂം മീറ്റിംഗ് കാര്യങ്ങളും എല്ലാം ഉണ്ട്. അപ്പൊ അവരിങ്ങനെ കുറേ ചെയ്ത് കാണിക്കാൻ പറയും. അപ്പൊ എല്ലാ വോക്കും ചെയ്ത് കാണിക്കും. ട്രഡീഷണൽ ആണെങ്കിലും എല്ലാം ആണെങ്കിലും ഇന്റർനാഷണൽ ലെവൽ വോക്കാണെങ്കിലും കാണിച്ചു കൊടുക്കണം. സോ അപ്പൊ എനിക്ക് അവിടെ സ്പേസ് ഇല്ല. ഞാൻ എന്ത് ചെയ്തു, എന്റെ വീടിന്റെ സിറ്റ് ഔട്ടിൽ ഒരു ചെറിയ സ്പേസ് ഞാൻ സെറ്റ് ചെയ്തിട്ട് ഞാൻ തന്നെ മാറ്റൊക്കെ വെച്ച് റാമ്പ് റെഡിയാക്കി ലൈറ്റിങ് കാര്യങ്ങളും ഒക്കെ ഞാൻ തന്നെ വീട്ടിൽ അറേഞ്ച് ചെയ്ത് പിന്നെ ടെറസിൽ പോയിട്ട് ഞാൻ വെള്ളത്തിൽ ഹീൽസ് ഇട്ടിട്ട് ഞാൻ പ്രാക്ടീസ് ചെയ്ത് അതൊക്കെ സ്കിപ്പ് ചെയ്ത് വർക്ക് ചെയ്യാൻ പറ്റും. അങ്ങനെ എനിക്കൊരു ഇഞ്ചുറി ഉണ്ടായി. ഞാൻ വീണു, ഷോൾഡറിന് പെയിൻ ആയി. പിന്നെ അത് ആയുർവേദത്തിലൊക്കെ കാണിച്ചു. എന്നിട്ട് ഞാൻ താറുന്നില്ല, എന്നെ കൊണ്ട് പറ്റും. ആ ഒരു സമയത്ത് കുറെ കാര്യം ഫേസ് ചെയ്തു. എങ്കിൽ പോലും ഞാൻ ആ സമയത്ത് ഡയറ്റ് വരെ എടുത്തു. ഈവൻ ചോക്ലേറ്റ്, ഐസ്ക്രീം എല്ലാത്തിനോട് ക്രേവിങ്സ് ഉള്ള ഞാൻ അതൊക്കെ കട്ട് ചെയ്തു, ഷുഗർ കട്ടാക്കി. അങ്ങനെ ഹെൽത്ത് കെയർ ചെയ്തു തുടങ്ങി. അതിനുവേണ്ടി മാത്രം ഞാൻ ടൈം സ്പെൻഡ് ചെയ്തു. വീട്ടിൽ നിന്ന് എങ്ങും പോവാതെ ആ ടൈമിൽ എനിക്ക് ഡ്രൈവിംഗ് ക്ലാസ് ഉണ്ടായിരുന്നു. എനിക്ക് അത് ഫോക്കസ് ചെയ്യണം, ഇത് ഫോക്കസ് ചെയ്യണം. അങ്ങനെ ഞാൻ അതിലോട്ട് മാത്രം ഫോക്കസ് ചെയ്ത് നിന്നു. പിന്നെ എനിക്ക് ഏറ്റവും വലിയ കാര്യം പറയാനുള്ളത്, ട്രഡീഷണൽ റൗണ്ടിൽ നമ്മുടെ കേരളത്തിന് വേണ്ടി ഞാൻ ചെയ്തിരുന്നത് നമ്മുടെ കൾച്ചറൽ റൗണ്ടിൽ തെയ്യമായിരുന്നു ഞാൻ ചെയ്തിരുന്നത് നമ്മുടെ പ്രജന്റില്. അപ്പൊ തെയ്യത്തിന്റെ ഒരു പ്രസൻസും ഉണ്ടായിരുന്നു എനിക്ക്. നമ്മുടെ ഗോഡ്സ് ആൻഡ് കൺട്രിയിലൊക്കെ ആയിരുന്നു. സോ അവിടെ ചെന്ന സമയത്ത് ഞാൻ നമ്മുടെ തെയ്യം ചെയ്ത സമയത്ത് എനിക്ക് ഭയങ്കര പവറായിരുന്നു. സോ ദൈവത്തിന് ഒരു അനുഗ്രഹം എനിക്കുണ്ട്. എപ്പോഴും ഞാൻ എല്ലാ ഇന്റർവ്യൂവിലും എടുത്തു പറയും, എന്റെ ഏതൊരു കാര്യത്തിലും എന്റെ മമ്മിയും പപ്പേന്റെ പ്രാർത്ഥന, എന്റെ കൂടെയുള്ള എല്ലാവരും പ്രാർത്ഥന, ആ ഒരു ബ്ലെസ്സിങ് എന്നോട് ദൈവം എപ്പോഴും എന്നോട് ഉണ്ടായിട്ടുണ്ട്. എനിക്കതൊരു ചലഞ്ചായിരുന്നു ഞാൻ ഫേസ് ചെയ്തത്. നമ്മുടെ എല്ലാ സംസ്ഥാനത്തു നിന്നും അത്ര കട്ടയായിട്ടുള്ള സുന്ദരി കുട്ടികളാണ് അവിടെ വന്ന് നിരന്നത്. അവരുടെ മുമ്പില് ദൈവം എന്നെ അത്ര ഉയർത്തിയത് ഒരുപാട് സന്തോഷമുണ്ട്. ഇപ്പോഴും സ്റ്റിൽ എല്ലാവരും മെസ്സേജ് അയക്കും, എവിടാണ്, ഹൗ ആർ യു, എങ്ങനെയുണ്ട്, ദുബായിലാണോ, ഇങ്ങനെ നാട്ടിലാണെങ്കിൽ തന്നെ എന്നെ കാണാൻ ട്രിവാൻഡ്രം, കാസർഗോഡ് എന്നൊക്കെ ഒരുപാട് ആൾക്കാർ വീട്ടിൽ എന്നെ കാണാൻ വന്നു. ഇവ ഞാൻ ഉറക്കത്തിൽ നിന്ന് എഴുന്നേൽക്കുമ്പോൾ വരെ എന്നെ കാണാൻ വീട്ടിൽ എല്ലാവരും വന്ന് എഴുന്നേൽക്കും. ഇതൊക്കെ ഞാൻ സ്ക്വയർ നാച്ചുറലായിട്ട് ചിന്തിക്കാറുണ്ട്. എന്റെ ജീവിതത്തിൽ പെട്ടെന്ന് വരും ഞാൻ വിചാരിച്ചില്ല. ഈവൻ 23 വിന്നറായി ഞാൻ 25 പെട്ടെന്നാണ് ഒരു ക്രൗൺ അടിച്ചത്. അത് ഭയങ്കര ഒരു സക്സസ്ഫുൾ ആയിരുന്നു. കാരണം ഡൗൺ ആയിട്ടിരുന്ന ഒന്നും നടക്കത്തില്ല. എന്നെക്കൊണ്ട് പറ്റും എന്ന് വിചാരിച്ചിട്ട് ഞാൻ ഫെയിൽ ആയപ്പോഴും ഞാൻ മൂവ്മെന്റ് കൊടുത്ത് മുന്നേറിയിട്ട് മാത്രമാണ് ഞാൻ സക്സസ് ആയത്. ഇപ്പോഴും എനിക്കറിയാം, ഇപ്പോഴും കുറെ ഷൂട്ടുകൾ വരുന്നുണ്ട്. ഇപ്പൊ ദുബായിൽ തന്നെ ഒരു ഇന്റർനാഷണൽ ഷോയിൽ ഞാൻ അപ്ലൈ ചെയ്തേക്കുക. സോ നെക്സ്റ്റ് ലെവൽ അങ്ങോട്ട് പോകാൻ എന്റെ ആഗ്രഹം. ഒരുപാട് കാര്യങ്ങൾ എന്റെ ലൈഫിൽ ചേഞ്ച് ചെയ്തു. ഈ മോഡലിങ്ങിന്റെ ഗ്രൂമിങ് സമയത്തൊക്കെ ഒരുപാട് അനുഭവങ്ങളൊക്കെ നമുക്ക് പുതിയതായിട്ടുള്ള ഒരുപാട് കാര്യങ്ങൾ പഠിക്കാൻ സാധിക്കുന്ന ഒരു സമയമാണ്. അതിൽ മറക്കാൻ പറ്റാത്തൊരു അനുഭവം എന്താണ്? എനിക്ക് ഏറ്റവും പറയാനുള്ള ഒരു കാര്യം, ഞാൻ ഇപ്പൊ ജയ്പൂർ പോയപ്പോ തന്നെ എനിക്ക് കൊറിയോ ചെയ്തത് നമ്മുടെ ഷാറുഖ് ഖാൻ, അമിതാഭ് ബച്ചന്റെ ഒക്കെ കൊറിയോഗ്രാഫേഴ്സ് ആണ്. ഇപ്പൊ പാർലി എന്ന് പറഞ്ഞൊരു മാം ഉണ്ട്. പുള്ളിക്കാരി നമ്മുടെ സൂപ്പർ മോഡൽ, ഇന്റർനാഷണൽ ജുഡിയോ, മാക്സിന്റെ ഒക്കെ ബ്രാൻഡിന്റെ മോഡലാണ്. സോ അന്ന് ഞാൻ ഓഡിഷൻ സമയത്ത് എനിക്ക് കുറെ കറക്ഷൻസ് റെഡിയാക്കാൻ പറ്റി. ഈവൻ ഞാൻ ഒറ്റയ്ക്ക് ഇരുന്നാണ് ചെയ്യുന്നത്. പിന്നെ എനിക്ക് കൊറിയോ പഠിപ്പിച്ചു തന്ന എൻ്റെ ഒരു ഫ്രണ്ടാണ് ജെനിയിൽ എന്ന് പറഞ്ഞത്. അവർ ഓൺലൈൻ ക്ലാസ് ടെസ്റ്റ് ഒന്ന് എടുത്ത് തന്നിട്ടേ ഉള്ളൂ. അല്ലാതെ ഈവൻ ഞാൻ തനിയാണ് കൊറിയോ എല്ലാം പഠിച്ചെടുത്തത്. വോക്കിംഗ് ആയിക്കോട്ടെ, ഐ കോണ്ടാക്ട് ആയിക്കോട്ടെ, എല്ലാ കാര്യങ്ങളും ഞാൻ തനിയെ മിററിൽ നോക്കിയാണ് എപ്പോഴും പഠിക്കുന്നത്. പക്ഷെ അവിടെ ചെന്ന ശേഷം എനിക്ക് കുറെ മൂവ്മെന്റ് കാര്യങ്ങളൊക്കെ ചേഞ്ച് ചെയ്യാൻ കുറെ എക്സസൈസ്, യോഗ അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ പേളി മാം കുറെ എനിക്ക് എക്സ്പേർട്ട് ആക്കി തന്നു. അപ്പോഴും ഞാൻ അറിയുന്നത് ഇതിൽ നമ്മൾ കുറെ കാര്യങ്ങൾ പഠിക്കാനുണ്ട്. ഈവൻ
ഞാൻ ഷോയ്ക്ക് പോകുന്ന മുമ്പിൽ എനിക്ക് QR റൗണ്ട് ഉണ്ടായിരുന്നു, ക്വസ്റ്റ്യൻസ് റൗണ്ട്. സെയിം അവർ ഈ ക്വസ്റ്റ്യൻസ് അയച്ചു തന്നു, അതിൽ നിന്ന് പഠിച്ച് അത് പാസ്സായി. ഇതിന് കുറെ കടമ്പയുണ്ട്. എല്ലാരും വിചാരിക്കുന്ന പോലെ പെട്ടെന്ന് ഒരു മോഡലാവാൻ ഒരു പ്രവൃത്തി നടത്തത്തില്ല. നമ്മൾ ഒരു സ്റ്റുഡന്റ് ആവുമ്പോൾ നമ്മൾ എന്തൊക്കെ കാര്യങ്ങൾ പഠിച്ചെടുത്ത് അതിലേക്ക് ഫോക്കസ് ചെയ്ത് ഒരു ടെസ്റ്റ് എഴുതി പാസ്സാവുന്ന ഒരു രീതി തന്നെയാണ് മോഡലിംഗ്. ഞാൻ ഇന്റർവ്യൂവിന് പോയിട്ട് ഫസ്റ്റ് ഇന്റർവ്യൂ കഴിഞ്ഞിട്ട് പിന്നെ സ്കൈപ്പ് ഇന്റർവ്യൂ കഴിഞ്ഞപ്പോൾ പിന്നെ എനിക്ക് ട്രെയിനിങ് കഴിഞ്ഞിട്ടാണ് എനിക്ക് എക്സ്പീരിയൻസിന്റെ ട്രെയിനിങ് സർട്ടിഫിക്കറ്റ് കിട്ടിയിട്ട് ഞാൻ പോയത്. ഇതൊക്കെ ഒരു കടമ്പയാണ്. ഞാൻ മോഡലിംഗിൽ ആദ്യം ഇറങ്ങിയ സമയത്ത് നാട്ടിൽ തന്നെ 38 ഷോകളാണ് ഞാൻ ചെയ്തിട്ടുണ്ട്. 2 ഷോ വിന്നറാണ്. പക്ഷെ ഒരിക്കലും ഞാൻ അറിഞ്ഞിട്ടില്ലായിരുന്നു ഇതിൽ കുറെ കാര്യങ്ങൾ നമ്മൾ പഠിക്കണോ എന്നത്. അന്ന് അവിടെ ചെന്നിട്ട് നമ്മുടെ ഒരു ഇന്ത്യൻ പൈസഞ്ചി ചെന്ന സമയത്താണ് എനിക്ക് കൂടുതൽ കാര്യങ്ങൾ അറിയാൻ പറ്റിയത്. പിന്നെ കൂടുതലും മൂവ്മെന്റും കാര്യങ്ങളും ഒക്കെ ഞാൻ കറക്ഷൻസ് ശരിയാക്കി. ഈവൻ എനിക്കിപ്പോ ഒരു കുട്ടിയെ എനിക്ക് കയ്യിൽ കിട്ടിക്കഴിഞ്ഞാൽ അവളെ എങ്ങനെ സെറ്റാക്കി എടുക്കണം, എങ്ങനെ വർക്ക് ചെയ്ത്, എങ്ങനെ ട്രെയിൻ ചെയ്യിപ്പിച്ച് ഒരു പേരന്റിന് അറ്റൻഡ് ചെയ്യിപ്പിക്കണം എന്നുള്ളൊരു നോളജ് എനിക്ക് കിട്ടിയത് ഈ ഒരു അന്താരാഷ്ട്ര പ്രജന്റിന് പോയ ശേഷമാണ്. അപ്പൊ ഇന്റർനാഷണൽ പ്രജന്റിന് വന്നപ്പോഴും ഞാൻ വർക്ക് ചെയ്തൊരു വീഡിയോ ഒരു ദിവസം ഞാൻ സ്റ്റാറ്റസ് ഇട്ടു. അത് നമ്മുടെ നോർമൽ സ്റ്റേജ് പോലെയല്ല, ഭയങ്കര വലിയ എക്സ്ട്രീംലി വലിയ സ്റ്റേജാണ്. സോ ഞാൻ അതൊക്കെ ഡ്രീമിൽ കണ്ട സ്റ്റേജാണ്. അപ്പൊ എന്റെ ഫ്രണ്ട്സ് ഒക്കെ ഇങ്ങനെ സൂം ചെയ്ത് കാണുമ്പോൾ വർക്ക് ചെയ്ത് വരുന്നവരെ അധികം കാണാൻ പറ്റില്ല. ഞാൻ വർക്ക് ചെയ്ത് ഓരോരുത്തർ വർക്ക് ചെയ്യും. അപ്പൊ എന്റെ ഫ്രണ്ട്സ് ഒക്കെ സ്റ്റാറ്റസ് ഇട്ടപ്പോൾ ഞാനാണ് വർക്ക് ചെയ്യുന്നത്. അപ്പൊ ഫ്രണ്ട്സൊക്കെ ആ വൈറ്റ് കളർ ഇട്ട കുട്ടി കൊള്ളാം, ഇപ്പം ആ വൈറ്റ് കളർ ഇട്ട കുട്ടി വർക്കിംഗ് പെർഫെക്റ്റ്. അപ്പൊ ഞാൻ പറഞ്ഞു ഞാനാണ്. അപ്പൊ എനിക്ക് ഉണ്ടായൊരു സന്തോഷം അത് വേറെ ലെവല. കാരണം എന്റെ ഫ്രണ്ട്സ് ഒക്കെ ഞാൻ ആണെന്ന് പറയാതെ ആ കുട്ടിയുടെ വർക്കിംഗ് കൊള്ളാമെന്ന് പറഞ്ഞപ്പോൾ അത്രയും നേതാക്കളുടെ മുമ്പിൽ ആ ഇന്റർനാഷണൽ വർക്കിൽ ഞാൻ ഒന്നാമതായി വരികയാണെന്നൊരു കോൺഫിഡൻസ് എനിക്ക് വന്നു. പിന്നെ ഞാൻ പല കാര്യങ്ങളും ഞാൻ ഗൂഗിൾ ചെയ്തും അവിടെ നിന്നും യൂട്യൂബിലും ഒക്കെ നോക്കിയാണ് ആദ്യം പഠിച്ചു തുടങ്ങിയത്. പിന്നെ എക്സ്പീരിയൻസ് ഉള്ള ഫ്രണ്ട്സുമായിട്ട് ഞാൻ അധികം കൂടാൻ നിൽക്കും. കാരണം അവരുടെ അറിവൂടെ നമുക്ക് കിട്ടും. നമ്മൾ ആവശ്യമില്ലാത്ത പല കൂട്ടിലും പോയി തല വെക്കാണ്ട് നമുക്ക് വേണ്ടുന്ന കൂട്ടുകാരെ നമ്മുടെ ലൈഫിലേക്ക് നമ്മൾ നിർത്തിക്കഴിഞ്ഞാൽ എപ്പോഴും നമുക്ക് സക്സസ് കിട്ടും. കാരണം ഇപ്പോഴത്തെ ജനറേഷനിൽ എല്ലാവരും നെഗറ്റീവ് തിങ്സ് ആണ് കൂടുതലും പറഞ്ഞു തരാറുള്ളത്. ഐ മീൻ ഒരാൾ നമ്മളോട് കൂട്ടുകൂടുന്നത് തന്നെ അവരുടെ ഒരു ആവശ്യത്തിന് വേണ്ടിയിട്ടായിരിക്കാം. അല്ലാതെ നമുക്ക് വേണ്ടിയിട്ട് ആരും വന്നിട്ട് 100% നമ്മുടെ കൂടെ നിൽക്കത്തില്ല. ഇവൻ നമ്മുടെ ഫാമിലി ഒഴിച്ച്. അപ്പോൾ എന്താ അറിഞ്ഞു കൂട്ടുകൂടുക. പിന്നെ എല്ലാ കൂട്ടുകാരോടും പറയുന്നത് ഇപ്പം ഐ മീൻ നിങ്ങൾ ഒരു ഡ്രീം ഫോക്കസ് ചെയ്യുന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഉള്ള ഫ്രണ്ട്സ് സർക്കിൾ നിങ്ങൾ അതറിഞ്ഞ് കീപ്പ് ചെയ്യുക. അല്ലെങ്കിൽ നിങ്ങളുടെ സെൽഫിനെ ഡൗൺ ചെയ്ത് നിങ്ങളൊരു ജോബ് കണ്ടെത്തുക. എന്നെ കൊണ്ട് പറ്റുമെന്ന് വിചാരിച്ചിട്ട് ജോബിലൂടെ തന്നെ അതിലേക്ക് ഫിനാൻഷ്യലി ആയിക്കോട്ടെ എല്ലാ കാര്യങ്ങളും സ്പെൻഡ് ചെയ്തു. മോഡലിങ്ങിനാണെങ്കിൽ സ്റ്റാർട്ട് ചെയ്യുന്നവർക്ക് നല്ല എമൗണ്ട് സ്പെൻഡ് ചെയ്യേണ്ടി വരും. കാരണം ഒരു പേജന്റിന് ഇറങ്ങണമെങ്കിൽ ഒരു 5,000 3,000 നമുക്ക് എന്തായാലും പേ ചെയ്തിട്ട് ഇറങ്ങാൻ പറ്റും ഫസ്റ്റ് ഒരു മോഡലാകുമ്പോൾ. അപ്പൊ എന്താ നമ്മൾ ആരെയും ഡിപ്പെൻഡ് ചെയ്യാതെ നമ്മുടെ ഡ്രീമിനെ അച്ചീവ് ചെയ്യണമെങ്കിൽ രണ്ടും കീപ്പ് ചെയ്യുന്നതായിരിക്കും ബെറ്റർ ഓപ്ഷൻ. ഒരു ജോബും വേണം, പാഷനും വേണം, കരിയറും വേണം. അങ്ങനെ കീപ്പ് ചെയ്യണമെന്ന് ഞാൻ പറഞ്ഞു. പിന്നെ എപ്പോൾ നോക്കിയാലും ഈ ഒരു ഫീൽഡിൽ നമുക്ക് ഫ്ലർട്ടിങ്ങും കാര്യങ്ങളും ഒക്കെ ആൾക്കാർ മെസ്സേജ് അയച്ചു അതൊക്കെ വരും. മാക്സിമം അതിലൊന്നും ഇൻവോൾവ് ആവാതെ നല്ലത് ജെന്യുവിൻ ആയിട്ടുള്ള കാര്യത്തെ ഫോക്കസ് ചെയ്ത് ജെന്യുവിൻ ആയിട്ടുള്ള ഷൂട്ടും കാര്യങ്ങളും ഫോക്കസ് ചെയ്ത് പോവുക. ഇപ്പോഴാണെങ്കിൽ എനിക്ക് തന്നെ കുറെ വരും മെസ്സേജ് ഒക്കെ. പക്ഷെ എനിക്ക് അറിയാം ഏതാണ് ജെന്യുവിൻ ഏതാണ് ഫേക്ക് എന്ന്. അത് നമ്മൾ എപ്പോഴും അറിഞ്ഞ് കണ്ടു നിൽക്കാം. ഈവൻ നമുക്കത് മനസ്സിലായില്ല കൂടെ നമുക്ക് അറിയാവുന്ന ഫ്രണ്ട്സിനെ ഷെയർ ചെയ്തിട്ട് ഇതൊരു ഷൂട്ട് വന്നിട്ടുണ്ട് എന്തായിരിക്കും ഡീറ്റെയിൽ അറിയോ എന്ന് ചോദിച്ച് എല്ലാം കൺഫേം ചെയ്തിട്ട് മാത്രമേ ഷൂട്ടിനും കാര്യങ്ങൾക്കൊക്കെ പോവാം. എനിക്ക് അങ്ങനെയുള്ള ഇൻസിഡന്റ് ഉണ്ടായിട്ടില്ല. പല കുട്ടികളും എന്നോടൊന്ന് പറഞ്ഞിട്ടുണ്ട് അങ്ങനെ ഇൻസിഡന്റ് ഉണ്ടാവും. സോ ഇതിൽ നമുക്ക് പോസിറ്റീവും ഉണ്ട് നെഗറ്റീവും ഉണ്ട്. എപ്പോഴും പോസിറ്റീവ് ആയിട്ടുള്ള വേ തിരഞ്ഞെടുക്കാൻ ശ്രമിക്കണമെന്ന് ഞാൻ. അല്ല, അമിത പറഞ്ഞത് വളരെ വാലിഡ് ആയിട്ടുള്ള പോയിന്റ് ആണ്. കാരണം ഇതുപോലെ സ്കാംസ് ഒക്കെ പ്രധാനമായിട്ടും ഇതുപോലെ വിന്നേഴ്സിനെ ഒക്കെ തേടി ഒരുപാട് സ്കാമേഴ്സ് ഒക്കെ ഇങ്ങനെ ഉണ്ട് എന്നുള്ളൊരു കാര്യം അത് പലർക്കും അറിയാത്തൊരു കാര്യം തന്നെയാണ്. എപ്പോഴും പ്യൂർ ആയിട്ടുള്ളൊരു ഫീൽഡാണ്, അതിൽ ജയിച്ചു കഴിഞ്ഞു കഴിഞ്ഞാൽ ഓക്കെയാണ്. പക്ഷെ അല്ല, സ്കാമേഴ്സും ഒരുപാടുണ്ട് എന്നുള്ളൊരു കാര്യം അത് ശ്രദ്ധിക്കേണ്ടത് തന്നെയാണ്. അതെ അതെ, അത് ഭയങ്കരമായിട്ട് നമ്മൾ ഫോക്കസ് ചെയ്ത് ശ്രദ്ധിക്കേണ്ട കാര്യമാണ്. ഈവൻ ചില കുട്ടികൾക്ക് അറിയത്തില്ല. അവർ മോഡലിംഗ് എന്ന് കേൾക്കുമ്പോഴേ അല്ല എനിക്ക് ഒരുപാട് ക്യാഷ് സേവ് ചെയ്യാം അങ്ങനെ വിചാരിച്ചിട്ടായിരുന്നു. അപ്പൊ ഞാനിപ്പോ മെൻഷൻ ചെയ്ത് പറയുന്നില്ല. ചില ഫോട്ടോഗ്രാഫേഴ്സ് ഒക്കെ ആണെങ്കിൽ ചുമ്മാ മെസ്സേജ് അയക്കും അവിടുന്ന് ഷൂട്ടിന് താല്പര്യമുണ്ടോ അങ്ങനെ ഇങ്ങനെ പറഞ്ഞിട്ട്. അപ്പൊ അറിയില്ല കുട്ടികൾ അവർക്ക് എങ്ങനെയെങ്കിലും, ഞാനും വലിയ കുട്ടിയൊന്നും അല്ല എന്നെപ്പോലും ഞാൻ പറയാം, അവരിപ്പോ ഇൻട്രസ്റ്റ് കാരണം പോവും, ഷൂട്ടിന് പോവും അങ്ങനെ ഇങ്ങനെ. അത് വെച്ചിട്ട് മിസ്യൂസ് ചെയ്യാൻ കുറെ പേരുണ്ട്. അപ്പൊ എപ്പോഴും ഒരു ഷൂട്ടിനോ കാര്യങ്ങൾക്കോ പോകുമ്പോൾ നമുക്ക് അറിയാത്തവരാണെങ്കിൽ ഒരു ഫാമിലിയിലുള്ള ആരെങ്കിലും കൂട്ടിയിട്ട് പോകും. ഇപ്പൊ എന്നെ തന്നെയാണെങ്കിൽ എന്റെ ബ്രദർ പപ്പ ഇപ്പൊ രണ്ടാളും എന്റെ കൂടെ എപ്പോഴും ഷൂട്ട് ചെയ്ത മമ്മി കൂടെ കാണും. എപ്പോഴും നമ്മൾ സേഫ് ആയിട്ടിരിക്കുന്ന ഒരു സോണാണ്. നമുക്ക് എപ്പോഴും ക്യാഷ് ഉണ്ടാക്കാൻ പറ്റും. പക്ഷെ നമ്മുടെ സേഫ്റ്റി നമ്മൾ എപ്പോഴും ഒരു വുമൺ എന്ന നിലയിൽ ഞാൻ എല്ലാ മോഡൽസിനോടും പറയും, നിങ്ങൾ നിങ്ങളുടെ സേഫ്റ്റിയും കൂടെ നോക്കണം. കാരണം ഈ ഒരു ഫീൽഡിൽ നമ്മളെ മിക്സ് ചെയ്യാൻ വേണ്ടി ഒരുപാട് പേര് വരും. സോ അത് ഇല്ലാണ്ട്
ഇപ്പൊ എന്റെ ഒരു മൈൻഡ് എന്ന് വെച്ചാൽ എല്ലാവർക്കും മൂവിയിലോട്ട് പോകുന്നോ ബിഗ് ബോസിലോട്ട് പോകുന്നോ എന്നൊക്കെ ചോദിക്കും. പക്ഷെ എന്റെ മെന്റാലിറ്റി എന്ന് വെച്ചാൽ എനിക്കൊരു ഇന്റർനാഷണൽ ബ്രാൻഡിലോട്ട് പോകും, ഇന്റർനാഷണൽ ബ്രാൻഡ് മോഡലാണ്. അതാണ് ഞാൻ എപ്പോഴും ഫോക്കസ് ചെയ്യാൻ പറ്റുന്നത്. പിന്നെ എനിക്കൊരു സ്വന്തമായിട്ടൊരു കമ്പനി, ഗ്രൂമിങ്, എല്ലാ കൊറിയോ ഒക്കെ പഠിപ്പിച്ചു കൊടുക്കണം, അതൊക്കെയാണ് എന്റെ ഡ്രീം. അപ്പൊ ഈ മൂവിയൊക്കെ ഫോക്കസ് ചെയ്ത് മോഡലിംഗ് ചെയ്യുന്നവരോട് എനിക്ക് പറയാനുള്ളത്, എപ്പോഴും നിങ്ങൾ എടുക്കുന്ന കാര്യങ്ങൾ ജെന്യൂൻ ആയിട്ടുള്ള കാര്യങ്ങൾ തിരഞ്ഞെടുക്കാൻ നോക്കുക. ഒരുപാട് സ്കാമിങ് കാര്യങ്ങളും ഉണ്ട്. ഈവൻ സോഷ്യൽ മീഡിയ ആയിക്കോട്ടെ, ഒരുപാട് ഫേക്ക് പേജസ് ഉണ്ട്. അവർ വന്നിട്ട് ഞാൻ കൊളാബറേറ്റ് ചെയ്യാം, ഇത്ര പേയ്മെന്റ് അങ്ങനെയൊക്കെ പറഞ്ഞ് മെസ്സേജ് അയക്കും. എപ്പോഴും അതിനെപ്പറ്റി അന്വേഷിക്കുക. ഈവൻ നിങ്ങൾ അതിനെപ്പറ്റി ഫുള്ള് കാര്യങ്ങൾ ഡീറ്റെയിൽ ചെക്ക് ചെയ്തിട്ട് മാത്രം ഒരു ഷൂട്ട് തിരഞ്ഞെടുക്കാവൂ. ഒരിക്കലും പേയ്മെന്റ് നോക്കിയിട്ട് പോകരുത്. ഫസ്റ്റ് ഓഫ് ഓൾ നിങ്ങളുടെ സേഫ്റ്റി, പിന്നെ വാല്യൂ. നമുക്കൊരു നല്ല പേര് ഉണ്ടാക്കിയെടുക്കാൻ ഭയങ്കര ബുദ്ധിമുട്ടാണ്. ഐ മീൻ നല്ല പേര് നമ്മൾ ബിൽഡ് ചെയ്തെടുക്കാൻ കുറച്ച് ടൈം എടുക്കും. ഞാൻ തന്നെ ഇപ്പൊ എനിക്ക് ഇത്രയും നാട് മൊത്തം ഫ്ലെക്സ് ആയി, എന്റെ സ്കൂളിൽ തന്നെ ഗസ്റ്റ് ആയിട്ട് വിളിച്ച്, അങ്ങനെ കുറെ കാര്യങ്ങൾ എനിക്ക് മാറി. സോ എന്നെ എല്ലാവരും പ്രൗഡായി. സോ ആ ഒരു പേര് ഞാൻ ഇപ്പോഴും നിലനിർത്തുന്നത് എന്താന്ന് വെച്ചാൽ, എനിക്കുള്ള ഫ്രണ്ട് സർക്കിൾ തന്നെ 5-6 പേര് മാത്രമേ ഉള്ളൂ. എനിക്ക് അധികം ഫ്രണ്ട് സർക്കിൾ കൂടെ ഇല്ല. കാരണം എപ്പോഴും നമ്മൾ ഓരോ കാര്യം ചെയ്യുമ്പോൾ ശ്രദ്ധിച്ച് മാത്രം ചെയ്യണം. കാരണം ഒരു നെഗറ്റീവ് വരുത്താൻ വളരെ സിമ്പിൾ. ആ നെഗറ്റീവ് വന്നാൽ അത് സ്പ്രെഡ് ആവാനും വളരെ എളുപ്പം. പക്ഷെ ഒരു പോസിറ്റീവ് നെയിം നമ്മൾ ബിൽഡ് ചെയ്തെടുക്കണമെങ്കിൽ അതിന് കുറച്ച് ഹാർഡ് വർക്ക് ഉള്ള കാര്യം, ഭയങ്കര ഫോക്കസ് ചെയ്യണം. കാരണം നമ്മുടെ സോഷ്യൽ മീഡിയ ആയിക്കോട്ടെ, നെഗറ്റീവ് ആയിട്ടൊരു കാര്യമാണ് പെട്ടെന്ന് വരാമല്ലോ. ഈവൻ എന്റെ കാര്യം പോലും ഞാൻ വിന്നർ ആയിക്കഴിഞ്ഞിട്ട് ഞാൻ എയർപോർട്ടിൽ വന്ന സമയത്ത് എന്റെ ഫാമിലിയാണ് എന്നെ വന്ന് പിക്ക് ചെയ്തിട്ട് വന്നത്. അധികം എന്നെ അല്ലാതെ വലുതായിട്ട് പിക്ക് ചെയ്യാൻ വരാമെന്നോ ആരും ഇല്ലായിരുന്നു. കാരണം എന്താന്ന് വെച്ചാൽ, ഞാൻ ഉണ്ടാക്കിയെടുത്ത ആ ഒരു നെയിം എന്റെ ഫാമിലിക്ക് വലുതാണ്. പിന്നീട് എല്ലായിടത്തും സോഷ്യൽ മീഡിയയിലും ന്യൂസിലും കാര്യങ്ങളൊക്കെ വന്നപ്പോ എന്നെ കാണാൻ വീട്ടിലോട്ട് എല്ലാവരും വന്നു. നിറയെ പേര് എന്നെ കാണാൻ വേണ്ടിയിട്ട് അവിടുന്ന് ഇവിടുന്ന് നല്ല വന്നു. സോ അപ്പൊ എനിക്ക് ഭയങ്കര ഹാപ്പിയാണ്. എയർപോർട്ടിൽ വന്ന സമയത്ത് ആരും ഇല്ലാത്തപ്പോ എനിക്ക് വിഷമപ്പോ ഞാൻ മമ്മിയെ അടുത്ത് പറഞ്ഞു, മമ്മി എല്ലാരും വിജയിച്ചിട്ടൊക്കെ വരുമ്പോ ഒരുപാട് പേര് വന്ന് കൊണ്ടുപോകുന്നത് ഞങ്ങളില്ലേ. അത് പറഞ്ഞ് വീട്ടിൽ വന്ന് ഞാൻ രാവിലെ ഉറക്കത്തിൽ എഴുന്നേൽക്കുമ്പോഴേ വീട്ടിൽ ന്യൂസ് ചാനലിന്റെ വണ്ടിയായിരുന്നു. അതാണ് ഞാൻ പറയുന്നത്. നമ്മൾ ഒരു സാഹചര്യത്തിൽ നമ്മൾ ചിലപ്പോൾ ഡൗൺ ആവും. ഞാൻ ഇങ്ങനെയാണോ അങ്ങനെയാണോ, പക്ഷെ അത് നമ്മളെ ദൈവം ഉയർത്തി മാനിക്കാനായിരിക്കും. എന്റെ ലൈഫിൽ എനിക്ക് വന്ന വലിയ ഒരു ചലഞ്ച് ആയിരുന്നു. ഞാൻ ഒരുപാട് രാത്രി കരഞ്ഞിട്ടുണ്ട് ഒറ്റയ്ക്ക് ഇരുന്നിട്ട് റൂമിനകത്തിരുന്ന്. ഞാൻ അന്ന് ഒരു മിസ് കേരളയുടെ പെരന്റിന് റിജക്റ്റ് ആയ സമയത്ത് എനിക്ക് സങ്കടം കൊണ്ട് ഞാൻ മമ്മിയോട് പോലും പറയാണ്ട് റൂമിലിരുന്ന് ഞാൻ കരഞ്ഞിട്ടുണ്ട്. എന്തായിരിക്കും എന്നെ കാണാൻ ഭംഗിയില്ലേ, എന്നെ കൊണ്ട് പറ്റൂലേ എന്ന് വിചാരിച്ച് ഞാൻ കരഞ്ഞിട്ടുണ്ട്, ഒരുപാട് കരഞ്ഞിട്ടുണ്ട്. പക്ഷെ ഇപ്പൊ ഞാൻ കരയത്തില്ല, അത്ര ഞാൻ കോൺഫിഡന്റ് ലെവലായി. ഇവ എന്റെ പപ്പയ്ക്ക് വരെ ഒരു ഹാർട്ടിന് പ്രോബ്ലം ഉണ്ട്. അപ്പൊ പപ്പയ്ക്ക് ഇടയ്ക്ക് വയ്യാണ്ടൊക്കെ വരുമ്പോ എല്ലാരും ഡൗൺ ആവും. പക്ഷെ ഞാനിപ്പോ ഡൗൺ ആവാറില്ല. ഞാൻ എല്ലാത്തിനും ഭയങ്കര സ്ട്രോങ് ആയി. അമ്മ അമ്മ എനിക്കത് ദൈവത്തിന്റെ വചനം വരുന്ന, ദൈവം എന്നെ ഉയർത്തി മാനിക്കണം ബൈബിളിൽ പറയുന്നുണ്ട്. അതുപോലെ തന്നെ ഞാൻ ദുബായിൽ വന്ന ശേഷം ആദ്യമേ എനിക്ക് ഒറ്റയ്ക്ക് നിൽക്കാൻ അറിയില്ല. ഐ മീൻ എങ്ങനെ കുക്ക് ചെയ്യണം ഒന്നും എനിക്കറിയില്ല. പക്ഷെ എല്ലാം ഞാനിപ്പോ കുറെ കാര്യങ്ങൾ എന്റെ ലൈഫിൽ ചേഞ്ച് ആയി. സോ 25 ഏജ് കഴിയുമ്പോഴത്തേക്കും ഒരു ലെവൽ എത്തണമെന്ന് വിചാരിച്ച് ഞാനിപ്പോ അടുത്ത എന്റെ ഒരു പ്ലാൻ എന്ന് വെച്ചാൽ മിനി കൂപ്പർ എടുക്കാൻ വേണ്ടിയിട്ടുള്ള പ്ലാനാണ്. അത് എന്റെ ഡ്രീമായിരുന്നു ബക്കറ്റ് ലിസ്റ്റില്. അതും ദൈവം എനിക്ക് ഇപ്പൊ സെറ്റ് ആക്കി തന്നു. അപ്പം എല്ലാവരോടും എനിക്ക് പറയാനുള്ള കാര്യം, ഒരിക്കലും നമ്മളെ കൊണ്ട് പറ്റൂല എന്ന് വിചാരിച്ചിരുന്നാൽ ഒന്നും പറ്റൂല. പറ്റൂന്ന് വിചാരിച്ച് മുന്നേറി കഴിഞ്ഞാൽ പറ്റും. എപ്പോഴും പോസിറ്റീവ് ആയിരിക്കാൻ, നെഗറ്റീവ് തോട്ട്സ് വിടുക. അതൊരു വിജയത്തിന്റെ ഏറ്റവും വലിയ, സക്സസിന്റെ ഏറ്റവും വലിയൊരു പടിയാണെന്ന് തന്നെ ഞാൻ പറയത്തുള്ളൂ. അമിത കേരളത്തിൽ വർക്ക് ചെയ്തതുപോലെ തന്നെ ഇപ്പം ഫാഷൻ രംഗത്തിൽ ദുബായിലും വർക്ക് ചെയ്യുന്നുണ്ട്. അത് ജോബിനൊപ്പം തന്നെയാണ് മോഡലിങ്ങും കാര്യങ്ങളും ഒക്കെ നടക്കുന്നത്. ഈ കേരളത്തിലെയും ദുബായിലെയും അല്ലെങ്കിൽ ഈ ഫാഷൻ രംഗം തമ്മിലുള്ള, അല്ലെങ്കിൽ അതിൽ വർക്ക് ചെയ്യുമ്പോൾ ഉണ്ടായിരിക്കുന്ന ആ ഒരു വ്യത്യാസം എന്തൊക്കെയാണ് അമിതയ്ക്ക് ഫീൽ ചെയ്തിട്ടുള്ളത്? കേരളം ദുബായ് വെച്ചിട്ട് നോക്കുകയാണെങ്കിൽ ദുബായ് 101% സേഫ് ആണ്. ദുബായിൽ ഏത് രാത്രി എവിടെ വേണമെങ്കിലും പോവാം, ആരും നമ്മളെ ഒന്നും നോക്കൂല. അത്ര അടിപൊളി കൺട്രിയാണ്. പിന്നെ ഏത് കോസ്റ്റ്യൂം ഇല്ല. ഇപ്പൊ നാട്ടിലാണെങ്കിൽ ഒരു സ്കേർട്ട് ഇട്ടാലോ, ഇപ്പൊ എനിക്ക് കുഴപ്പമില്ല കേട്ടോ. ഇപ്പൊ ഞാൻ നാട്ടില് ഇട്ടില്ലെങ്കിൽ ആൾക്കാർ പറയാനുള്ളൂ, കുട്ടി എന്താ ഇങ്ങനെ നടക്കുന്നത്. കാരണം ഇന്നലെ അവര് നാട്ടിൽ അങ്ങനെ ആക്കിയാണ്. അങ്ങനെ നാട്ടിലാക്കണം എല്ലാരും. സോ നമുക്ക് എപ്പോഴും വളരെ എല്ലാവരുടെ ഒരു മനസ്സിൽ തൊട്ടാണ് നമ്മുടെ നാട്ടുകാരുടെ മുമ്പിൽ എങ്ങനെ, നാട്ടുകാർ ഇങ്ങനെ പറയും, ഇങ്ങനെ പറയും, ബന്ധുക്കൾ എങ്ങനെ പറയും. സോ എന്റെ ലെവലിൽ ഇപ്പൊ ഞാൻ അതിലാണ് ഫസ്റ്റ് വിൻ ചെയ്തിരിക്കുന്നത്. ഇപ്പൊ ഇവിടുത്തെ കാര്യം എന്ന് വെച്ചാൽ, ഇവിടെ എന്ന് വെച്ചാൽ എന്തായാലും ഡിഫറെന്റ് ആണ്. ഇവിടുത്തെ ലൈഫ് സ്റ്റൈൽ ആയിക്കോട്ടെ, എല്ലാ ഫ്രണ്ട്ഷിപ്പ് ആയിക്കോട്ടെ, എല്ലാവരും ഈക്വൽ ആണ്. എല്ലാവരും വരുന്നു, വർക്ക് ചെയ്യുന്നു, പോകുന്നു, അവരുടെ ലൈഫ് നോക്കുന്നു. അപ്പൊ ഇവിടെ വന്നിട്ട് ഞാൻ ഷോ ചെയ്തു, ഇവിടുത്തെ ഷൂട്ട് ചെയ്തു. അതിൽ എനിക്ക് പറയാനുള്ള കാര്യം, ഇവിടെ ഏറ്റവും കൂടുതൽ മലയാളികളാണ് ഉള്ളത്. എങ്കിൽ പോലും എനിക്ക് അങ്ങനെ ഫ്രണ്ട് സർക്കിൾ കുറവാണ്. പക്ഷെ എല്ലാവർക്കും അറിയില്ല, വെളിച്ചപ്പാടിനെ എല്ലാവർക്കും അറിയാം. വെളിച്ചപ്പാടിനെ ആരും അറിയാത്ത അവസ്ഥയാണ് എൻ്റെത്.
സോ അപ്പൊ ഞാൻ നാട്ടിൽ ചെയ്തതിന് ഇവിടെ ചെയ്തത് വെച്ച് വ്യത്യാസം എന്ന് പറയാം. നാട്ടിലാണെങ്കിൽ ആദ്യമേ എല്ലാവർക്കും വാല്യൂ ഇല്ലായിരുന്നു എൻ്റെ അടുത്ത്. അതിന് വാല്യൂ ചെയ്യുമ്പോൾ വാല്യൂ ഇല്ല. ഞാൻ പിന്നെ ഇത്രയും പ്രജന്റിനെ പോയി ക്രൗൺ അടിച്ചു കഴിഞ്ഞിട്ടാണ് വലിയ വാല്യൂ ആണ്. പക്ഷെ ദുബായിൽ ഒരു ഷോ ചെയ്ത് ഒരു ഷൂട്ട് ചെയ്താലും ഭയങ്കര വാല്യൂ ആണ്. പിന്നെ ഈവൻ നമുക്ക് നാട്ടിലേക്കാളും ക്യാഷ് ഏൺ ചെയ്യാൻ പറ്റുന്ന ഒരു ഫീൽഡാണ് ദുബായിൽ. ഇന്റർനാഷണൽ ലെവലിൽ നാട്ടിലെ എമൗണ്ട് വെച്ച് നോക്കുമ്പോൾ നമുക്ക് ഇവിടെ നല്ല രീതിക്ക് ഏൺ ചെയ്യാൻ പറ്റും. ഇപ്പൊ ജോബ് ആണെങ്കിൽക്കോട്ടെ, ജോബ് കീപ്പ് ചെയ്തിട്ട് ഫ്രീ ടൈം പോകുന്ന വെച്ചാൽ മോഡലിംഗ് എനിക്കറിയാം. ഒരു ഏജ് വരെ നമുക്കത് നടത്താം. അതിനുശേഷം ജോബ് വേണം, എക്സ്പീരിയൻസ് വേണം. അപ്പൊ അതുകൊണ്ടാണ് ഞാൻ ജോബ് കൈവിടാതെ വെച്ചേക്കുന്നത്. എല്ലാവരും ഇവിടെ വയ്ക്കും മോഡലിങ്ങിനോടെല്ലാം കൂടുതൽ കാശ് ഉണ്ടാക്കാൻ പറ്റുന്ന അതിലോട്ട് പോയിക്കൂടെ, അത് ഫോക്കസ്. ഞാൻ ഒരിക്കലും അങ്ങനെ ചിന്തിക്കത്തില്ല. ഞാൻ പഠിച്ച കാര്യത്തെ ഞാൻ എപ്പോഴും റെസ്പെക്ട് ചെയ്യുന്നുണ്ട്. ഐ മീൻ, ഞാൻ ഒന്നും അല്ലാത്ത രീതിയിലുള്ള സമയത്ത് ഞാൻ എയർപോർട്ടിൽ കയറി കഷ്ടപ്പെട്ട് ജോബ് ചെയ്തിട്ടാണ് മോഡലിംഗ് സ്റ്റാർട്ട് ചെയ്തത്. അപ്പൊ എനിക്ക് ആ ജോബിനോട് എനിക്ക് ഭയങ്കര ഹോണസ്റ്റ്ലി, എനിക്ക് ആ ജോബിനോട് ഭയങ്കര സ്നേഹമാണ്. ഇപ്പോഴും മോഡലിംഗ് ചെയ്യുമ്പോഴും എനിക്ക് ജോബും വേണം, രണ്ടും വേണം. എന്നാൽ ജോബ് റിസ്ക് ആണോ എന്ന് വെച്ചാൽ ജോബ് റിസ്ക് ആണ്. ജോബിന് വരുന്നു, ഓവർ ടൈം എടുക്കുന്നു, എല്ലാ കാര്യങ്ങളും ഉണ്ട്. പക്ഷെ ഓഫ് ഡേയ്സിനാണ് ഞാൻ ഷൂട്ടിന് പോകുന്നത്. ഓഫ് ഡേയ്സ് ഞാൻ ഒരു സമയം വേറെ ഒരു കാര്യത്തിൽ ഞാൻ ഇൻവോൾവ് ആവാൻ നിൽക്കത്തില്ല. ഷൂട്ടും കാര്യങ്ങളും ഫോക്കസ് ചെയ്യും. പിന്നെ ഞാനിപ്പോ യൂട്യൂബ് ചാനലിലോട്ട് കിടക്കാൻ പോവുകയാണ്. അപ്പം ഇവിടെ ദുബായിലാണ് നാട്ടിലേക്കാളും നമുക്ക് റീച്ചും കാര്യങ്ങളും കൂടുതൽ കിട്ടുന്നത്. ദുബായിലാണ് ഓപ്പർച്യൂണിറ്റി കൂടുതലുള്ളത്. നാട്ടിൽ വന്നാലും തുടങ്ങാം. നാട്ടിൽ കോമ്പറ്റീഷൻ കൂടുതലാണ്. പക്ഷെ നാട്ടില് എല്ലാവരും വിചാരം നാട്ടിൽ നിന്ന് തന്നെ സെറ്റിൽഡ് ആവാന്ന്. പക്ഷെ ഒരിക്കലും അങ്ങനെ ചിന്തിക്കരുത്. നമ്മൾ എപ്പോഴും ചിന്തിക്കുമ്പോൾ കുറച്ച് വെറൈറ്റി ആയിട്ട് ചിന്തിക്കാൻ ശ്രമിക്കുക. ഇപ്പൊ ഞാൻ ചിന്തിക്കുന്നു, മൂവിയിലോട്ട് പോയി കഴിഞ്ഞാൽ ഒരു 2-3 മൂവി കഴിഞ്ഞാൽ ഒരു പബ്ലിസിറ്റി കുറച്ച് കുറയും. പക്ഷെ ഒരു ഇന്റർനാഷണൽ ലെവലിലോട്ട് മാറിക്കഴിഞ്ഞാൽ എനിക്ക് അതിന് ഞാൻ ചിന്തിക്കുന്ന എക്സ്ട്രീം ലെവലായിട്ട് എനിക്ക് സേവ് ചെയ്യാൻ പറ്റുന്ന ഒരു തോട്ടിലാണ് ഞാൻ ഇന്റർനാഷണൽ ഷൂട്ടിലോട്ട് ഫോക്കസ് ചെയ്യുന്നത്. ഇപ്പൊ ദുബായിൽ തന്നെ ഒരു ബ്രാൻഡുമായിട്ട് ഞാൻ ടൈപ്പ് ആയിട്ടിരിക്കുക. സോ അപ്പൊ അതിന്റെ ഒരു ഷൂട്ട് എനിക്ക് ചെയ്യണം. അത് കമ്മിങ് സൂൺ ആണ്. അപ്പൊ എനിക്ക് ഓരോ ഷൂട്ട് ചെയ്യുമ്പോഴും അത് ഓരോ ലെവല് മാറുന്ന രീതിയിൽ ചെയ്യണമെന്ന് എന്റെ ആഗ്രഹം. അത് പെട്ടെന്ന് നമ്മൾ ഒരു വാല്യൂ ഉണ്ടാക്കിയെടുത്തിട്ട് ഒരു ചെറിയൊരു മൂവി, ഒരു ബിഗ് ന്യൂസ് അങ്ങനെ ഒരു ഇതിൽ പോയിട്ട് ഞാൻ അത് കുറ്റം പറയല്ല. സോ അതിലോട്ട് പോയി കഴിഞ്ഞിട്ട് ഞാൻ ഉദ്ദേശിക്കുന്ന ലെവലിലോട്ട് എനിക്ക് എത്താൻ പറ്റിയെന്ന് വരത്തില്ല. ഈവൻ എന്റെ പപ്പയും മമ്മിക്കും അവരുടെ ആഗ്രഹങ്ങൾ എനിക്ക് ചെയ്തു കൊടുക്കണം. ഞാൻ ഒരു പുതിയ വീടിന് വേണ്ടിയിട്ട് ആഗ്രഹിക്കുന്നുണ്ട്. ആ ഒരു ഇവിടുന്ന് മാറിയിട്ട് കുറച്ച് ഷൂട്ടിനൊക്കെ പോകാൻ പറ്റുന്ന രീതിയിൽ എനിക്ക് കുറേ ഞാൻ ചെറിയ സ്റ്റുഡിയോ ഇടാൻ വേണ്ടിയിട്ട് ഒരു ലൊക്കേഷൻ ഞാൻ സെറ്റ് ചെയ്തിട്ട് അങ്ങോട്ട് ഒരു വീട് വെക്കാൻ ആഗ്രഹിക്കുന്നത്. അങ്ങനെ കുറച്ച് ബക്കറ്റ് ലിസ്റ്റ് ഉണ്ട്. അപ്പൊ അതിന് വേണ്ടിയിട്ട് കുറച്ച് സേവിങ്സും കാര്യങ്ങൾക്ക് വേണ്ടിയിട്ടാണ് ഞാനിപ്പോ ദുബായി നിൽക്കുന്നത്. ഒരു 2 ഇയർ ദുബായിൽ നിന്നിട്ട് അതിനുശേഷം നാട്ടിൽ വന്നിട്ട് സെറ്റിൽ ആവണമെന്ന് എന്റെ ആഗ്രഹം. അതുപോലെ തന്നെ അമിത, ഒരുപാട് പെൺകുട്ടികളുണ്ട് ഇങ്ങനെ ഫാഷൻ രംഗത്തിലേക്കൊക്കെ തന്നെ വരാൻ വേണ്ടി ഒരുപാട് ആഗ്രഹിക്കുന്നവരുണ്ട്. പക്ഷേ സാമ്പത്തികമായിക്കോട്ടെ അവർക്കൊക്കെ തന്നെയും വളരെ ബുദ്ധിമുട്ടാണ് ആ ഒരു മേഖലയിലേക്ക് അങ്ങനെ അവർക്ക് എത്താൻ സാധിക്കുന്നില്ല. അവരോട് എന്താണ് അമിതയ്ക്ക് പറയാനുള്ളത്? അതെന്റെ സിറ്റുവേഷൻ തന്നെ ഞാൻ ഫോർ എക്സാമ്പിൾ പറയാൻ വേണ്ടതൊന്നും എനിക്ക് പറയാനില്ല. ആദ്യമേ നിങ്ങൾ ഡൗൺ ആയിട്ടിരിക്കരുത്. ഇപ്പൊ സാമ്പത്തികമായിട്ട് വരും. സോ നമ്മളിപ്പോ എഡ്യൂക്കേഷന് വേണ്ടി ഫീസ് നമ്മൾ സ്പെൻഡ് ചെയ്യും. സോ എനിക്ക് പഠിച്ചിട്ട് എനിക്ക് മുന്നേറണം എന്ന് വിചാരിച്ച് ഫീസ് കൊടുക്കുന്നു. സോ എങ്ങനെയെല്ലാം അഡ്ജസ്റ്റ് ചെയ്തിട്ട് നിങ്ങൾ ഫസ്റ്റ് സ്റ്റാർട്ടപ്പ് ചെയ്യുക. ഇപ്പൊ ഒരു നോർമൽ ഒരു ഷോയ്ക്ക് ഇറങ്ങാം. അല്ലെ അറിയത്തില്ലെങ്കിൽ എന്നെ കോണ്ടാക്ട് ചെയ്തില്ലെങ്കിൽ ഞാൻ നിങ്ങൾക്ക് ഹെൽപ്പ് ചെയ്യുന്നതായിരിക്കും. സോ നിങ്ങളൊരു സ്റ്റാർട്ടപ്പ് ചെയ്യുക. ആദ്യമേ ഒരു ഗ്രൂമിങ് എന്തെങ്കിലും പഠിച്ചിട്ട് ചെറിയൊരു ഡിസൈനർ ഷോ, അതിന് ഡിസൈനർ ഷോയിലാണ് ഇറങ്ങാൻ പറ്റും. ഡിസൈനർ ഷോ അല്ലെങ്കിൽ ഒരു കമ്പനി ഡിസൈനർ ചെയ്ത കോസ്റ്റ്യൂം ഇട്ടിട്ട് ഡിസൈനർ ഷോ വർക്ക് ചെയ്ത് തുടങ്ങുക. അപ്പൊ നിങ്ങൾക്കൊരു കോൺഫിഡൻസ് വരും. മറ്റുള്ളവർ മുമ്പിൽ എങ്ങനെ വർക്ക് ചെയ്യണം, ഒരു സ്റ്റേജ് ഫിയറും കാര്യങ്ങളൊക്കെ മാറിയിട്ട് ഒരു കോൺഫിഡൻസ് വരും. സോ സ്പെൻഡ് ചെയ്യാൻ മടിച്ചിരുന്നാൽ ഒരിക്കലും ഒന്നും നടക്കില്ല. നമുക്കൊരു അസുഖം വന്നാൽ നമ്മൾ ഉടനെ ഹോസ്പിറ്റലിൽ പോയിട്ട് നമ്മൾ പേ ചെയ്യും. കാരണം ആ അസുഖത്തെ സോൾവ് ചെയ്യും. അതുപോലെ തന്നെയാണ് നമ്മുടെ സെൽഫിനെ നമ്മൾ മോട്ടിവേറ്റ് ചെയ്യേണ്ട കാര്യമാണ്. സോ മോഡലിംഗ് ചെയ്യണമെന്ന് വിചാരിച്ചു കഴിഞ്ഞാൽ ചെയ്തു, അത് ചെയ്യാതിരിക്കരുത്. അതെങ്ങനെങ്കിലും ഇപ്പൊ ഞാൻ തന്നെയാണ് ഓപ്പൺ ആയിട്ട് പറയാം. എനിക്ക് കോസ്റ്റ്യൂമിന്റെ കാര്യത്തിൽ അതിനൊക്കെ ഞാൻ സേവ് ചെയ്തിട്ടുള്ള എന്റെ ഗോൾഡും കാര്യങ്ങളൊക്കെ ഞാൻ വെച്ചിട്ടാണ് ഞാൻ ഷോയ്ക്കൊക്കെ കുറെ കാര്യങ്ങൾ സ്പെൻഡ് ചെയ്തിട്ടുള്ളത്. പക്ഷെ അതിന്റെ ഇരട്ടി എനിക്ക് ഉണ്ടാക്കാൻ പറ്റിയിട്ടുണ്ട്. അതിന്റെ ഇരട്ടി ഞാൻ കാണിച്ചു കൊടുത്ത എല്ലാവർക്കും. സോ എന്റെ വീട്ടിലാണെങ്കിൽ കൂടെ മമ്മിയും പപ്പയൊക്കെ പ്രൗഡായി എന്നെ പറ്റി. ഇപ്പൊ ആദ്യം അവർക്കും ഇതായിരുന്നു, ഫിനാൻഷ്യലി എന്താവും എന്നൊരു പേടിയായിരുന്നു. പക്ഷെ ഞാൻ വർക്ക് ചെയ്യുന്ന സമയത്ത് ഞാൻ സാലറി മാറ്റി വെക്കുമായിരുന്നു കുറച്ച്. എനിക്ക് പ്രജന്റിന് ഇറങ്ങണം, ഷോയ്ക്ക് ഇറങ്ങണം എന്ന് വിളിച്ച് എല്ലാ പ്രജന്റിനും നമ്മൾ സ്പെൻഡ് ചെയ്തേ പറ്റത്തുള്ളൂ. നമ്മൾ ഇൻവെസ്റ്റ് ചെയ്താൽ മാത്രമേ നമുക്ക് ഏൺ ചെയ്യാൻ പറ്റുള്ളൂ. അത് ബിസിനസ് ആയാലും. സോ അപ്പൊ ആദ്യം നിങ്ങൾ കുറച്ച് കാശ് സ്പെൻഡ് ചെയ്തോളൂ. അത് കുഴപ്പമില്ല. ഇതിന്റെ ഡബിൾ നിങ്ങൾക്ക് ഉണ്ടാക്കാൻ പറ്റും. കാരണം കൊളാബറേഷൻ വരുമ്പോൾ നമ്മൾ പറയുന്നതാണ് നമ്മുടെ വാല്യൂ. ഞാൻ ഒരു കൊളാബ് ചെയ്യുമ്പോൾ, ഒരു ആഡ് ചെയ്യുമ്പോൾ എനിക്ക് ഇങ്ങനെ എമൗണ്ട് കിട്ടുന്നത് അതാണ് എനിക്ക് കിട്ടുന്നത്, അല്ല അവർ പറയുന്നില്ല. സോ അത്ര വാല്യൂ ആയി കഴിഞ്ഞാൽ എല്ലാം നമ്മുടെ അണ്ടറിൽ വരും. ഫസ്റ്റ് നമ്മൾ ചെയ്യേണ്ട കാര്യം എന്ന് വെച്ചാൽ അതിന് വേണ്ടി ടൈം സ്പെൻഡ് ചെയ്തിട്ട് അതിന് വേണ്ടി ഇറങ്ങിത്തിരിക്കുക. മരിച്ചിരുന്ന
ഒന്നും നടക്കൂല. അങ്ങനെ വിഷമിച്ചുകൊണ്ടിരിക്കുന്ന കുട്ടികളോട് എനിക്ക് പറയാനുള്ള കാര്യം, ഇവൻ എനിക്ക് കുറെ കുട്ടികൾ മെസ്സേജ് അയച്ചിട്ടുണ്ട് ഇൻസ്റ്റയിലൊക്കെ ഇത് തന്നെ പറഞ്ഞിട്ട്. അപ്പൊ ഞാൻ അവരോട് പറഞ്ഞ കാര്യം, ഡോണ്ട് വറി, നിങ്ങൾക്ക് നിങ്ങളോടുള്ള കോൺഫിഡൻസ് ഉണ്ടല്ലോ, നിങ്ങൾക്കൊണ്ട് പറ്റുമെന്ന് നിങ്ങൾക്ക് തോന്നിയിട്ടുണ്ടല്ലോ, എനിക്ക് പറ്റും, ഇതിനുവേണ്ടി ഇറങ്ങിക്കോ നിങ്ങൾ. ഇവൻ അടുത്ത പ്രസന്റിന് പോകുന്ന 2-3 കുട്ടികൾ എനിക്ക് മെസ്സേജ് അയച്ചു. ഒരാള് ഓസ്ട്രേലിയ ഇരുന്നിട്ടൊരു കുട്ടി എനിക്ക് മെസ്സേജ് അയച്ചു, യൂറോപ്പിൽ എനിക്ക് കുട്ടി, അവള് ഡോക്ടറാണ്, ഇൻസ്റ്റയിൽ എനിക്ക് ഇതുപോലെ മെസ്സേജ്. പുള്ളിക്കാരത്തി ഇതുപോലെയാണ് പറയുന്നത്, ഫാമിലി സപ്പോർട്ട് അല്ല, ഫിനാൻഷ്യലി സ്റ്റേബിൾ ആയിട്ട് പോലും ഫാമിലി സപ്പോർട്ട് ഇല്ലെന്ന് പറയുന്നത്. പക്ഷെ അവരോടൊക്കെ ഞാൻ പറയുന്നത്, നമുക്ക് പ്രായപൂർത്തിയായിട്ടുണ്ടല്ലോ, നമ്മൾ ആസ് എ വുമൺ നമ്മളെക്കൊണ്ട് പറ്റും, നമുക്ക് ചെയ്യേണ്ട കാര്യങ്ങൾ നമ്മൾ ചെയ്യുക, അതിനെ ഡിപ്പെൻഡ് ചെയ്യാതെ മാക്സിമം നമ്മളെ കൊണ്ട് പറ്റുന്ന കാര്യത്തിലൂടെ നമ്മൾ തന്നെ വിചാരിച്ച് മുന്നേറിയാൽ സക്സസ് ആവാൻ പറ്റുമെന്ന് ഞാൻ എല്ലാവരോടും പറയുന്നത്. അപ്പൊ ആരെയും നോക്കിക്കഴിഞ്ഞാൽ നമുക്ക് സക്സസ് ആവാൻ പറ്റില്ല, നമ്മൾ തന്നെ വിചാരിക്കണം. വളരെ നന്ദി കേട്ടോ അമിത. അമിതയുടെ ആഗ്രഹങ്ങളൊക്കെ തന്നെയും സഫലമായിരിക്കുകയാണ്. ഇനിയും ഉള്ള ഫ്യൂച്ചർ പ്ലാൻസ് ഒക്കെ അതൊക്കെ തന്നെയും കൃത്യമായിട്ട് തന്നെ അമിത എങ്ങനെയാണോ പ്ലാൻ ചെയ്തത് അതുപോലെ തന്നെ നടക്കാൻ സാധിക്കട്ടെ. അതുപോലെ തന്നെ അമിതയുടെ ഈ ഒരു ജീവിതം മറ്റുള്ള കുട്ടികൾക്കും പ്രചോദനമാകട്ടെ, അവർക്കും അവരുടെ ആഗ്രഹങ്ങൾ സഫലമാക്കാൻ സാധിക്കട്ടെ. താങ്ക് യു. ബൈ ബൈ. ഏറ്റവും പുതിയ വാർത്തകളും വിശേഷങ്ങളും വിരൽ തുമ്പിലറിയാൻ സീ മലയാളം ന്യൂസ് എല്ലാ ഡിജിറ്റൽ പ്ലാറ്റ്ഫോമുകളിലും ലഭ്യം.